പാട്ടുകാരനാകാൻ മോഹിച്ച് കോട്ടയത്ത് നിന്നും കോടമ്പക്കത്തേക്ക് എത്തിയ ഒരു അച്ചായൻ, കുന്നേൽ ജോസഫ്. തിക്കുറിശിയുടെ കൈപിടിച്ച് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാൽ ഹരിശ്രീ കുറിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ പിന്നീട് പ്രേം നസീർ ഉൾപ്പെടെയുള്ള നായകന്മാർക്കായി 8ഓളം ചിത്രങ്ങളിൽ തന്റെ ആലാപന മാധുര്യം സമ്മാനിച്ചു. നായകനും ഗായകനുമൊപ്പം കയ്യടി കിട്ടുന്ന ഏറ്റവും താരപ്പകിട്ടുള്ള പ്രതിനായകനായി പിന്നീട് ഏറെക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു അയാൾ. കടിച്ചു പിടിച്ച പൈപ്പും ചീകിയൊതുക്കിയ മുടിയും തന്റേത് മാത്രമായ ഒരു ആക്സന്റിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറിയുമായി ഒരു കോട്ടിനുള്ളിൽ കയറി അയാൾ കൊട്ടകയിലെത്തിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എത്രയോ വട്ടം പെരുമ്പറ മുഴക്കി. തട്ടുപൊളിപ്പൻ പാട്ടുകളും തീറ്റ കൊടുക്കുന്ന മുതലക്കുഞ്ഞുങ്ങളും ജഗ്ഗുവിനെ പോലെ തഗ് പറയുന്ന കിങ്കരന്മാരും നിറഞ്ഞ ഒരു കൊട്ടൻ വില്ലൻ സെറ്റപ്പിൽ മറ്റാരെയും അദ്ദേഹത്തിന് പകരം നമുക്ക് അന്നും ഇന്നും സങ്കല്പിക്കാനാവില്ല. കോട്ടയം കുഞ്ഞച്ചനിലെയും ആകാശദൂതിലെയും ഒക്കെ പരമ സാത്വികനായ കഥാപാത്രങ്ങളും ഭക്തിരസപ്രധാനമായ ചിത്രങ്ങളിൽ ഭീഷ്മരായും സ്നാപക യോഹന്നാനായുമെല്ലാം അദ്ദേഹം നമ്മുടെ ഹൃദയം കവർന്നു. തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ എത്ര ചെറുതായാലും വലുതായാലും ആ കഥാപാത്രങ്ങൾക്ക് സവിശേഷമായ ഒരു ആത്മപ്രകാശം നൽകുന്ന അപൂർവ നടൻ. ഓർമ്മയിൽ എന്നും ജോസ് പ്രകാശ്.